ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് സ്റ്റൈൽ ഹെവൻ ബൈ സെറീന. ഞാൻ ഇന്ന് ഓണം സ്പെഷ്യലായിട്ട് കുറച്ച് അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ട കഷ്ണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ എടുത്തത് 5 കഷ്ണം. ഇതിന് ഒരു കണക്കുണ്ട്. 7 കഷ്ണോ 5 കഷ്ണോ 9 കഷ്ണോ അങ്ങനെയൊക്കെയാണ് പറയുക. അപ്പം ഞാൻ എടുത്തത് ഒരു ചെറിയ കഷ്ണം ഇളവ്, ഒരു ചെറിയ കഷ്ണം ചേന, അര പച്ചക്കായ്, ഒരു വലിയ പച്ചക്കായ് ആയിരുന്നു, അപ്പം അതിൻ്റെ പകുതി എടുത്ത്, പിന്നെ ഒരു 2 പയറ്, പിന്നെ ഒരു അര നമ്മളെ മുരിങ്ങക്കായ്. ഓക്കെ, ഇനി ഇതെല്ലാം ഞാൻ കഴുകിയിട്ട് മുറിച്ച് പിന്നെ ഒന്നും കൂടി ചേനയെല്ലാം ഒന്നും കൂടി കഴുകി, പച്ചക്കായെല്ലാം ചില കറ ചുവയ്ക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ ഇതെല്ലാം ഒരു കുക്കറിലേക്ക് ഇടുവാണേ. കുക്കറിൽ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ മറ്റേ സാധാരണ കുക്ക് വെയറിലും ഇടാം. പക്ഷേ കുക്കറാകുമ്പോൾ എന്താണെന്നറിയോ, നമുക്കിത് വേഗം ആയി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ സമയം എടുക്കും വേവാൻ. പച്ചക്കായും ചേനയെല്ലാം വേവണമല്ലോ, അതുകൊണ്ട്. എന്നിട്ട് പിന്നെ ഒരു ഇത്ര മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം. എന്നിട്ട് നമ്മൾ കുക്കർ മൂടിയിട്ട് ഒരു 2 3 വിസിൽ, അതിലധികം ആവണ്ട. എന്താ വെച്ചാൽ നമുക്ക് പിന്നെയും ഇത് വേവിക്കണം. അരപ്പൊഴിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ഇതിനെ വേവിക്കണം. അതുകൊണ്ട് 2 വിസിൽ മതിയാവും. ഓക്കെ, ഇതിന് വേണ്ടുന്ന അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അതിന് ഞാൻ എടുത്തത് 4 പച്ചമുളക്. മുളക് പൊടിയൊന്നും ചേർക്കൂല. അവിയലിന് പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവൂ, പിന്നെ എരിവ് വല്ലാണ്ട് ഉണ്ടാവുകയേ ഇല്ല. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി തോല് കളഞ്ഞ് വൃത്തിയാക്കിയത്, 1 ടീസ്പൂണ് ചെറിയ ജീരകം, പിന്നെ 1 കപ്പ് തേങ്ങ, പിന്നെ 1 കപ്പ് തൈര്. ഇതെല്ലാം നമ്മൾ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ചെയ്യുക. അരഞ്ഞു പോകരുത്, ഇങ്ങനെ വെറുതെ ഒന്ന് ഒതുക്കിയെടുക്കുക. ശരിയായ തനി നാടൻ ഭാഷയിൽ ഒതുക്കിയെടുക്കുക. ഓക്കെ, ഞാൻ ഒന്നത് ചെയ്യട്ടെ. നമുക്ക് ഈ കുക്കറിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. കണ്ടെങ്കിൽ കഷ്ണമെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി അരപ്പ് ഒതുക്കിയത് കണ്ടെങ്കിൽ ഇങ്ങനെ ഒതുക്കിയത്, ഇത് നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പെല്ലാം ഒഴിച്ചതാണേ. നല്ലോണം ഒന്ന് ഇതിനെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പും പുളിയും പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തൈര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉപ്പ് പോരെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ വേഗം എന്ത് ചെയ്യണം, അടുപ്പത്ത് വെച്ചിട്ട് ഇതിനെ നല്ലോണം വേവിക്കണം. ഈ പച്ചമുളകിൻ്റെ മണമില്ലേ, അത് നല്ലോണം പോകണം, അത് ശരിക്കും പോവണം. അപ്പം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നമുക്കൊന്ന് ഈ കുക്കറിൻ്റെ മൂടി തുറന്ന് നോക്കാം. ഇത് നിങ്ങൾ ലോക്ക് ചെയ്യാൻ പാടില്ലേ കുക്കർ. നല്ല വൃത്തിയിൽ പതക്കുന്നുണ്ട്. ഇനിയൊന്ന് നിങ്ങൾ ഫ്ലെയിം ഒന്ന് കുറച്ചാൽ. ഒന്നും കൂടി മൂടി വെക്കാം. നമുക്ക് അവിയലിൻ്റെ മൂടി ഒന്നും കൂടി തുറന്നു നോക്കാം. നല്ല ആയിട്ടുണ്ട്, നല്ല പാകത്തിന് ആയിട്ടുണ്ട്. കണ്ട. ഇനി എന്ത് ചെയ്യണമെന്നറിയോ, നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില
ഞാൻ അതിൻ്റെ തണ്ടോടുകൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഇതാ പച്ച വെളിച്ചെണ്ണ. അവിയൽ നമ്മൾ വറുത്തിടൂല, കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ ഓഫ്. ഇതാ ഓണസദ്യ സ്പെഷ്യൽ നമ്മളെ അവിയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഹെൽത്തിയും കൂടിയായത്. അൺഹെൽത്തിയായ ഒരു കാര്യവും നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബും ഷെയറും ലൈക്കും കമൻസും ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ. ലൈഫ് സ്റ്റൈൽ ഹെവൻ ബൈ സെറീന. ബൈ.